വയ്യേ, ഓടി വയ്യ. എന്നാലും എന്തൊരു സാധനം അത്, മൈക്കൊക്കെ തലയെ കെട്ടി വെച്ചേക്കുന്ന സാധനം. അയ്യോ, കണ്ടിട്ട് പേടിയാവുന്നു. ഓ, എന്നെ കണ്ടിട്ട് കുറേ ഓടി വന്നു. എന്നെ ഇനി പിടിച്ച് തിന്നാനാണോ അറിയത്തില്ല. ഓ, എളുപ്പം തന്നെ ഇനി വീട്ടിൽ പോവാം. ഓ, പഴുത്ത മാങ്ങ പറിക്കാനും പറ്റിയില്ല. ആ സാധനത്തെ കണ്ട് എനിക്ക് പേടിയാവുന്നു. ഓ, എനിക്കിനി വയ്യ ഇവിടെ നിന്ന് മാങ്ങ പറിക്കാൻ. എന്തായാലും പെട്ടെന്നോട്ട് വീട്ടിലോട്ട് പോവാം. അയ്യോ, ഓടിക്കോ. എടാ കുട്ടു, എന്താണ് നീ നിന്ന് കിടക്കുന്നേ? നീ എവിടെ പാടി ഓടി വരുന്നത്? ഓ, അമ്മണി ചേച്ചി ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? അയ്യോ, ഞാൻ എനിക്കൊരു സാധനത്തെ കണ്ട അമ്മണി ചേച്ചി. തലയിലൊക്കെ എനിക്ക് മൈക്കൊക്കെ കെട്ടി വെച്ചിട്ടുള്ളൊരു സാധനമാണ്. ഭയങ്കര പൊക്കമാ, അസ്ഥി കൂടെ പോയിരിക്കും കണ്ടാല്. ഓ, അതിങ്ങനെ പ്രത്യേക സൗണ്ടും ഒക്കെ കേൾപ്പിച്ചുകൊണ്ട് ഇങ്ങനെ എന്നെ കണ്ടപ്പോഴത്തേക്ക് പുറകെ ഓടി വന്നു. ഞാനാണെങ്കിൽ മാങ്ങ പറിക്കാൻ പോയതായിരുന്നു, പഴുത്ത മാങ്ങ. അപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. ഓ, ഞാൻ മാങ്ങ പറിച്ചിട്ട് ഒന്നും പറിച്ചിട്ട് ഞാൻ ഓടിയാണ് ഇവിടുന്ന്. നീ എന്തിനാ ഒറ്റയ്ക്ക് പോയത്? കിങ്ങിണിയോടെ കൊണ്ടുപോകാൻ വയ്യായിരുന്നോ? കിങ്ങിണി ചേച്ചി ഞാൻ വിളിച്ചതാ വരാൻ വേണ്ടിയിട്ട് മാങ്ങ പറിക്കാൻ പോകാൻ. രാവിലെ തൊട്ടേ ചേച്ചി വിളിക്കും, ചേച്ചി നമുക്ക് മാങ്ങ പറിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ചേച്ചി അങ്ങ് വരുന്നില്ല. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അങ്ങ് വിടത്തില്ല. ഞങ്ങളാണെങ്കിൽ ആരും അറിയാതെ പോകാൻ വിചാരിച്ചിട്ടാണ് ഞാൻ എനിക്ക് ചേച്ചിയെ വിളിച്ചത്. ചേച്ചി എന്നിട്ട് വന്നില്ല. പിന്നെ ഞാൻ ആരോടും പറയാൻ ഞാനും ഒറ്റയ്ക്ക് പോയി. എന്നാലും പഴുത്ത മാങ്ങ എവിടെയാണോ നിൽക്കുന്നത്? അയ്യോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെ, ആ വയലിൻ്റെ അടുത്താ ചേച്ചി മാവ്. അയ്യോ, ആ മാവ് അങ്ങ് നിറഞ്ഞു നിൽക്കുക, പഴുത്ത്. മാങ്ങ മൊത്തം പഴുത്ത് നിറഞ്ഞു നിൽക്കുക. ഓ, കണ്ടിട്ട് കൊതിയാവുന്നു. പക്ഷെ ഒരെണ്ണം പോലും പറിക്കാൻ പറ്റിയില്ല ആ സാധനം കാരണം. മൈക്കും തല കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്ന സാധനം കാരണം ഒന്നും പറിക്കാൻ പറ്റിയില്ല. നീ ഏത് സാധനത്തിന്റെ ആയിട്ടേ പറയുന്നത്? മൈക്ക് തല കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്ന അസ്ഥി കൂടെ പൊന്നിക്കുന്നൊക്കെ എന്താ സാധനം അത്? എടാ കൂട്ടു, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? എടാ, അമ്മ നിന്നെ വിളിക്കുന്നു, നിന്നെ കുളിപ്പിക്കാനാ. നീ കുളിച്ചില്ലല്ലോ രാവിലെ? അമ്മ ആണ് നിന്നെ കുളിപ്പിക്കാന്ന് പറഞ്ഞു, ചെല്ലാൻ പറഞ്ഞു. ചേച്ചി, ഞാനാണെങ്കിൽ മാങ്ങ പറിക്കാൻ പോയി ഒറ്റയ്ക്ക്. നീ മാങ്ങ പറിക്കാൻ പോയോ? എവിടെ? ആ വയലിന്റെ അടുത്തോ? അമ്മ എന്നോട് പറഞ്ഞു നീ ആണെങ്കിൽ മോളി ഇരുന്നാണെങ്കിൽ പിന്നെ എന്തോ കളിക്കുടുക്ക ഏതാണ്ടൊക്കെ കളിക്കുമെന്നൊക്കെ പറഞ്ഞത്. കളിക്കുടുക്കകത്ത് ഏതാണ്ടൊക്കെ പടം വരയ്ക്കാനുണ്ട്, അതൊക്കെ വരയ്ക്കുമെന്നൊക്കെ അമ്മ എന്നോട് പറഞ്ഞത്. നീ എപ്പോഴാണ് പോയത്? ഇവന് ഒറ്റയ്ക്ക് പോകണ്ടെങ്കിൽ ഒരു പണി കിട്ടിയിരിക്കിങ്ങടി. പണിയോ? എന്ത് പണി? ഇവനാണെങ്കിൽ തലയിലെങ്കിൽ മൈക്ക് വെച്ചെന്തോ സാധനത്തിന് കണ്ടെന്നത്, എസ്തിയോടം പോറ്റിരിക്കുന്ന സാധനം. ഇവനെ കണ്ട് ഇവന്റെ പുറകെ ഓടി വന്നത്. ഞാൻ നോക്കിയിട്ട് ഇവനെങ്കിൽ ഇവിടെ നിന്ന് കിടക്കുക ഓടി വന്നിട്ട്. ആ സാധനം ഇവനെങ്കിൽ ഓടിച്ചെന്നാ പറഞ്ഞു ഇവൻ പറഞ്ഞ്. അയ്യോ, എന്നാ എന്റെ കണാരേട്ടന്റെ പറമ്പിലൊക്കെ ആയിരിക്കും ഇവനെ ഈ മാങ്ങ പറിക്കാൻ കയറിയത്. കണാരേട്ടനായിരിക്കും ഇവനെ ഓടിച്ചത്. അയ്യോ, അല്ലേ ചേച്ചി, അത് മനുഷ്യനൊന്നും അല്ല, വേറെ എന്താ സാധനമാ. ഭയങ്കര പൊക്കമാ. അതിനെനിക്ക് തലയിലാണെങ്കിൽ മൈക്കൊക്കെ വെച്ച് കെട്ടിയേക്കുവാ. കണ്ടതെങ്കിൽ അസ്ഥി കൂടെ മാത്രമേ ഉള്ളൂ. എന്തൊരു സാധനം? ആ സാധനം കാരണം എനിക്കെങ്കിൽ ഒരു മാങ്ങ പോലും കിട്ടിയില്ല ചേച്ചി. നിറഞ്ഞ് പഴുത്ത് വയ്ക്കുവാ മാവ്. ചേച്ചി, നമുക്കത് എങ്ങനെയാ ചേച്ചി അത് പറിക്കുന്നേ? എടീ, ഇങ്ങനെ നമുക്കൂടെ പോകണേ മാങ്ങ പറിക്കാൻ. എന്തായാലും ഇവനെ കുളിപ്പിക്കാൻ പോകുന്നല്ലേ പറഞ്ഞത്. ഇവൻ കുളിയെ കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നൂർ കൂടെ പോകാം. എന്നാ പോകാം നമുക്ക് മൂന്നൂർ കൂടെ. പക്ഷേ ചേച്ചി, ആ മറ്റേ സാധനം അവിടെ കാണുമോ? തലേ മൈക്ക് വെച്ച് കെട്ടിയ സാധനം. ഓ, അതൊന്നും കുഴപ്പമില്ലടാ, നമ്മൾ 3 പേരില്ലേ, നമുക്ക് മൂന്നൂർ കൂടെ പോകാം. ഞാൻ വാട കൂട്ടു, വാ കുളിക്കാം. A few moments later. അമ്മണി ചേച്ചി കാണുന്നില്ല, വാ വിളിക്കാം. അമ്മണി, അമ്മണി, വാ, ഞങ്ങൾ റെഡിയായി. ഞാൻ വരുന്നു. ഇതേ, ഞാനേ ഒരു ചാക്ക് എടുക്കട്ടെ, മാങ്ങ പറിച്ചോട്ട് വരാൻ വേണ്ടിട്ടേ. ചാക്ക് വേണ്ടേ? അയ്യോ, ശരിയാ, നമ്മൾ ഈ ചാക്കൊന്നും എടുക്കാതില്ലേ കുട്ടു ഇറങ്ങിയത്. അമ്മണി ഇപ്പൊ ഓർമ്മിപ്പിച്ചില്ലായിരുന്നു. നമ്മളിപ്പം മാങ്ങ പറിച്ചോണ്ട് തല വെച്ചോണ്ട് വന്നേനെ വെറുതെ. അയ്യോ, ശരിയാ ചേച്ചി, ചാക്ക് അത്യാവശ്യമായിരുന്നല്ലോ. വാണ്ടി പോകാം. ചാക്ക് എവിടെ അമ്മണി ചേച്ചി? ചാക്ക് ഞാൻ വീട് മൊത്തം അടിച്ചു പറക്കി, അവിടെ ഒന്നും ഇല്ല, കവറും ഇല്ല, ഒന്നുമില്ല. ഓ, നമുക്ക് മൂന്നൂർ കയ്യെ പിടിച്ചോണ്ട് പോരാ. എനിക്ക് പ്രയാസമില്ലടി മാങ്ങ കയ്യെ പിടിച്ചോണ്ട് വരാന്. എടി, നമുക്ക് ആദ്യം പോയി കുറച്ച് പറിക്കാൻ കിട്ടുമോ ഇല്ലെന്നൊക്കെ നോക്കാം. എന്നിട്ട് ഒരുപാടുണ്ടെങ്കിൽ കിട്ടുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ചാക്കും കൊണ്ട് പോവാം. ശരിയാ ചേച്ചി. എനിക്കെന്തായാലും പേടി, ആ സാധനം അവിടെ കാണുമെന്നുള്ള. നീ പേടിക്കണ്ട കൂട്ടു. എടാ, വയലിന്റെ കരയിലില്ലേ മാവ് നിൽക്കുന്നത്? വയലിന്റെ കരയിലാ ചേച്ചി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു കത്തി എടുത്തിരുന്ന് നമുക്ക് മാങ്ങ മൊത്തം അവിടെ ഇരുന്ന് കഴിക്കായിരുന്നു ഇല്ലേടി? പോടി ഇങ്ങനെ അവിടെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാലേ കൊതി കിട്ടും. സൂപ്പർ. എന്തുവാടാ ഇത്? എങ്ങനെ കണ്ടുപിടിച്ചതാ ഈ മാങ്ങയൊക്കെ? എന്റെ ദൈവമേ, ഇത് എന്തുമാത്രം മാങ്ങ ഇരിക്കുന്നത്! ഇഷ്ടംപോലെ മാങ്ങ ഇനി നിൽക്കുന്നത് പഴുത്ത്. പക്ഷെ രാവിലെ ഞാൻ വന്നപ്പോഴത്തെ എനിക്ക് ഒരെണ്ണം പോലും പറിക്കാൻ പറ്റിയില്ല. കൊതിയേറെ ഞാൻ വീട്ടിൽ വന്നത്. എടാ, നമുക്കിത് കൈ കൊണ്ട് ഉലുത്തിയിടാടാ. ശരിയടി, നമുക്ക് കൈ കൊണ്ട് തന്നെ ഉലുത്തിയിടാം. കൈ കൊണ്ട് നമുക്ക് എത്തിപ്പറിക്കും ചെയ്യാലോ. ചേച്ചി, ഞാൻ രാവിലെ ഇതുപോലത്തെ സൗണ്ട് കേട്ട് എനിക്കൊന്ന് മറ്റേ സാധനം വന്നെന്ന്. അയ്യോ, എനിക്ക് പേടിയാതേ. അതിനെന്താ അമ്മണി, നമ്മൾ 3 പേരില്ലേ? നീ തന്നെ രാവിലെ പറഞ്ഞത് നമ്മൾ 3 പേരുണ്ട്, പേടിക്കൊന്നും ചെയ്യണ്ടെന്ന്. അത് അപ്പ അങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്ക് ഇപ്പം പേടിയാ. എടി, എന്റെ പുറകിലെങ്ങനെ വല്ലതും നിപ്പുണ്ടോ നോക്കടി. നിനക്കെന്താ തിരിഞ്ഞത് നോക്കരുതോ? അയ്യോ, എനിക്ക് പേടിയാ തിരിഞ്ഞു നോക്കാന്. അയ്യോ, കുട്ടു പറഞ്ഞ ശരിയാ കേട്ടോ. ഒരു സാധനം കാട്ടിതാ അങ്ങ് മറഞ്ഞിരിക്കുന്നത്. അതിന് സൈറൻ പോലത്തെ ഒരു സാധനമാ. ഈ സാധനം നമ്മൾ കോളാമ്പിയൊക്കെ ആണെങ്കിൽ അമ്പലത്തിലൊക്കെ പാട്ട് വയ്ക്കുമ്പോൾ കോളാമ്പിയൊക്കെ കെട്ടി വെച്ചേക്കത്തില്ലേ ഇങ്ങനെ? ആ സാധനം പോലെ. അതിന് തലയ്ക്കകത്തെങ്കിൽ അത് കെട്ടി വെച്ചേക്കോ 2 സൈഡിൽ ചെവിയുടെ ഭാഗത്ത്. ഇതോ അവിടെ ഒളിഞ്ഞിരിക്കുക.
ഇങ്ങോട്ടാണ് തോന്നുന്നു നോക്കുന്നത്. അയ്യോ, ഇത് എന്തൊരു രൂപമായത്? അസ്ഥികൂടെ മാത്രമേ ഉള്ളല്ലോ, ഭയങ്കര പൊക്കം. ചെവിക്കകത്തായി മൈക്ക് വന്നിട്ടൊക്കെ സാധനങ്ങൾ കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നു. എടി, നമുക്ക് ഇവിടെ കയറി ഒളിച്ചിരിക്കാം. ആ സാധനം പോകുമ്പോഴത്തേക്ക് നമുക്ക് മാങ്ങ ഒറിക്കാം. ഒളിച്ചിരിക്കാനോ? അയ്യോ, ഇവിടെ കയറി എങ്ങനെ ഒളിച്ചിരിക്കും? എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. എടി, ആ സാധനം അങ്ങ് പൊയ്ക്കോളും. നമുക്ക് കുറച്ചു നേരം ഇവിടെ പോയി ഒളിച്ചിരിക്കാം. അപ്പോഴത്തേക്ക് അത് പോയി കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാം. ഈ കുട്ടിയോടെ അവൻ ഈ മരത്തിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുക. എന്നാ കയറി, നമുക്കും കൂടെ അവിടെ കയറി ഒളിച്ചിരിക്കാം. കിങ്ങിണി, എന്നെ കൂടെ കയറ്റടി അങ്ങോട്ട്. വാ, നീ ഇങ്ങോട്ട് വേഗം വാ. എടി, ഈ സാധനം ഏതാണ്ടൊന്ന് കഴിക്കുന്നടി. എടി, എനിക്ക് എപ്പോഴാടി പിടികിട്ടിയത് ആരാ സാധനം എന്നുള്ളത്? എടി, ഇത് സൈറൻ ഹാൻഡാടി. സൈറൻ ഹാൻഡോ? ഞാനാണെങ്കിൽ ഇതിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാ കാണുന്നത്. സൈറൻ ഹാൻഡായിട്ട്? അയ്യോ, ഞാനും ഓർക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ കുഞ്ഞായിരുന്നപ്പോ എപ്പോഴെങ്കിലും മൊബൈലിനകത്ത് ഷോർട്സ് ഒക്കെ കാണാറുന്നില്ല. ആ വീഡിയോസിനകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനത്തിനെ. അയ്യോ, ഇതായിരുന്നോ? എന്റെ ദൈവമേ, സൈറൻ ഹാൻഡ് ആണെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആണ് ഈ സാധനം. ഓ, നമ്മൾ നല്ല സ്ഥലത്തേക്കാ വന്ന് പെട്ടത്. ഈ കുട്ടി എവിടെ നിന്ന് കണ്ടുപിടിച്ചോണ്ട് വന്നു ഈ സ്ഥലമൊക്കെ? ഇവിടെ നിൽക്കുന്ന അത്ര കമ്പിയല്ല, നമുക്കങ്ങ് പതുക്കെ വരിയാം. മാങ്ങ വേണ്ട, ഒന്നും വേണ്ട. ശരിയാടി, വാ, നമുക്ക് തിരിച്ചു പോകാം. അമ്മ, ഞാനാണെങ്കിൽ കൂട്ടൂനെയും കിങ്ങിണി നോക്കിയിട്ട് വരട്ടെ. ആ പിള്ളേർ മാങ്ങ ഉറക്കാൻ പോകുമ്പോൾ പോയതാ, ഇതുവരെയും കാണുന്നില്ലല്ലോ. ഞാൻ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരട്ടെ. ആ ശരിയടി, നീ ചെന്ന് നോക്ക്. കുറെ നേരമല്ലേ പിള്ളേർ പോയിട്ട്. പിള്ളേരെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? കുറച്ച് പച്ചമാങ്ങയും കൂടെ പറിക്കാം, മീൻകറിയൊക്കെ വെക്കാമല്ലോ. ഈ പിള്ളേർ ഇത് എവിടെ വന്നാ പറഞ്ഞ മാവ്? പുഴക്കരയിലാണോ അതോ വയലിൻ്റെ സൈഡിലാണോ? ആ വയലിൻ്റെ സൈഡിലെങ്ങാണ്ടാന്ന് തോന്നുന്നു പറഞ്ഞത് മാവ്. ഓ, പഴുത്ത മാങ്ങ തിന്നാൻ എനിക്കും കൊതിയായിട്ട് വയ്ക്കാം. വയലിൻ്റെ സൈഡിലോട്ട് പോവാം. കേൾക്കുന്നത് ആ പിള്ളേർ മാങ്ങ പറിക്കാൻ ഇതിന്റെ ചെവിട്ടിലെത്തി വന്നത്. ഓ, എന്തായാലും വായിക്കൂടെ വെള്ളം വരുന്നത് കണ്ടിട്ട്. എടി, നിങ്ങളുടെ അമ്മ. അയ്യോ, അമ്മ ദേ നിൽക്കുന്നു. എടി, അമ്മയോട് ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറ. അമ്മയോട് നിൽക്കുമ്പോ ആ സൈറൻ ഹാൻഡ് കാണുമെന്ന്. ആഹാ, എടാ മക്കളെ, നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? എന്തീ മാങ്ങയൊക്കെ കിട്ടിയോ നിങ്ങക്ക്? എന്തോ ഒളിച്ചിരിക്കാനോ? അതെന്തിന്? അയ്യോ, ദേണ്ട അമ്മണി ഇവിടെ ഒളിച്ചിരിക്കുന്നു. ഈ പിള്ളേർ പറഞ്ഞിട്ട് ഞാനാകെ അന്താളിച്ചിരിക്കും. എന്തിനാണ് നിങ്ങൾ ഈ മരത്തിന്റെ ബാക്കി ഒളിച്ചിരിക്കാൻ പറയുന്നത്? എന്താ നിങ്ങൾ വല്ല കുരുക്കിലും പെട്ടോ? പിള്ളേരെ ഇത് ആരുടെ പറമ്പാ ഇത്? ആരെ ഇതിന്റെ ഓണം വല്ല വന്നു നിങ്ങൾ വല്ല വഴക്കൊല്ലം പറഞ്ഞോ? പിന്നെ ഒളിച്ചിരിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ഞാൻ എന്ത് കൊച്ചു കുട്ടിയോ നിങ്ങളോട്ട് ഒളിച്ചിരുന്ന് കളിക്കാനൊക്കെ? അമ്മ, ഇത് കളിയൊന്നുമില്ല, കാര്യവാ. അയ്യോ, അവിടെ ഒരു രൂപം. ഇതെന്തോ തലയിലെന്തോ കോളാമ്പിയോ? ഇതെന്താ സാധനം? ഞാൻ ആദ്യമായിട്ട് കാണുമെന്നില്ല ഇതിനെ. അമ്മ, ഇതിന്റെ പേര് സൈറൻ ഹാൻഡ് എന്നാ. ഇന്ന് നമ്മളെ കാണാതിരിക്കണമെങ്കിൽ ഈ മരത്തിന്റെ ബാക്കിലോട്ട് ഒളിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ പിടിച്ച് തിന്നോ സാധനം. അയ്യോ, അത് ഇങ്ങോട്ടാന്ന് തോന്നുന്നു വരുന്നത്. പിള്ളേരെ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പം. അയ്യോ, ഓടിക്കോ. അയ്യോ, ഞങ്ങളെ കൊണ്ടുപോകാമേ. വേഗം ഓടി, കിങ്ങിണി, ഓടിക്കോ. അയ്യോ, അമ്മ, എന്നെ കൂടെ കൊണ്ടുപോ. ഓടി വാടി. ചേച്ചി, ഇങ്ങോട്ട് ഓടി വാ. ഓടാൻ പറ്റുന്നില്ല. പിള്ളേരെ ഒറ്റ എണ്ണം പോയേക്കരുത് കേട്ടോ ഇനി അങ്ങോട്ട്. അങ്ങനെ പറയുന്നങ്ങനെ വരുന്നുണ്ടോ? ഇല്ല ചേച്ചി, വരുന്നില്ല. ഇതാ പറഞ്ഞു കേട്ടോ, ഇനി മേലെ നീ അങ്ങോട്ട് പോയേക്കരുത്. നീ എവിടെ പോയി കണ്ടുപിടിച്ചതല്ലേ ഈ മാവൊക്കെ? നീ ഇങ്ങനെ പോയി ഒറ്റയ്ക്ക് പോയടാ അങ്ങോട്ടൊക്കെ? എടാ കുട്ടു, നീ നിന്റെ സൈക്കിളും കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കോമ്പൗണ്ട് വിട്ട് എങ്ങോട്ടും പോകരുതെന്ന്. അയ്യോ, ഇനി പോകുന്നില്ലമ്മേ. നിന്റെ പൊന്നെ, നീയും തിരിച്ചിട്ടേ ഭാഗ്യം. ഓ, മാങ്ങ വേണ്ട, തേങ്ങയും വേണ്ട. ഓ, എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയത്. നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയെന്നോ? അത് നിനക്ക് എങ്ങനെ അറിയാം മണി? ഞാൻ ആ സമയം കൊണ്ട് ഒരു മാങ്ങ എടുത്ത് എന്നിട്ടേ അത് കുറച്ച് ഒരു കടി അടിച്ചു നോക്കി. നല്ല ടേസ്റ്റ്. എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. എനിക്ക് ഞാൻ പോക്കറ്റിൽ എടുക്കട്ടെ. വേണ്ട മാങ്ങ. എന്റെ ദൈവം, ഇത്ര വലിയ മാങ്ങയോ? കണ്ടിട്ട് നല്ല മാങ്ങയുണ്ടോന്ന്. ചേച്ചി, എനിക്കൊരു കുറച്ചിടാ. ഇങ്ങനെ മോനെ മുളുസു, അങ്ങനെ ഇപ്പൊ തരാൻ ഉദ്ദേശമില്ല. പിന്നെ ഞാനാണെങ്കിലേ കഷ്ടപ്പെട്ടാ പറിച്ചത്. അത് നിങ്ങൾക്ക് തരാനില്ലേ? മോനെ കുട്ടു, അമ്മ മോന് വേറെ വാങ്ങിച്ചു തരാം കടയിൽ നിന്ന്. ഓ, തുടങ്ങി കരച്ചില്. ഇനിയിപ്പോൾ ഇതും പറഞ്ഞ് ഇനി എപ്പോഴും ഇനി കരച്ചിലായിരിക്കും ഇനി. അമ്മണി, നീ അവനെ വെറുതെ കരയിക്കാതെ നീ അകത്ത് പോയി കഴിക്കും. അവൻ്റെ മുമ്പ് ഇന്ന് കഴിച്ചിട്ട് അവന് കൊടുക്കത്തുമില്ല നീ. എനിക്കിപ്പോ കൊടുക്കാൻ മനസ്സില്ല, ഞാൻ കഷ്ടപ്പെട്ട് പറിച്ചത്. അവന് വേണമെങ്കിൽ ആന്റി പോയി പറിച്ചു കൊടുക്കാം കേട്ടാ. നിന്നോട് ഞാൻ പറഞ്ഞു ഇനി വാങ്ങിച്ചു തരാമെന്ന്.
അയ്യേ കടയിലൊന്നും കൊള്ളത്തില്ല അമ്മേ. ഇതായി നല്ല ഒറിജിനൽ മാങ്ങയല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. മരുന്നൊന്നും അടിക്കാത്ത മാങ്ങയല്ലേ. ആ നീ കൂടി ഇനി അവനോട് അങ്ങനെ പറഞ്ഞു കൊടുക്കും, പിന്നെ അവൻ കരച്ചിൽ കൂട്ടട്ടെ. കയറിപ്പോ, അകത്ത് കയറിപ്പോ. എന്താ ടേസ്റ്റ് ആകും. ഓ അമ്മടി എന്നാലും എന്തൊരു ദുഷ്ടത്തിയോ, കുറച്ചെങ്കിലും തന്നില്ലല്ലോ. അത് പിന്നെ ആ പെണ്ണിന്റെ സ്വഭാവം അറിയാവുന്നില്ലയോ. ആ മാങ്ങയൊന്നും കിട്ടിയില്ലേടി. അയ്യോ എന്തിനാ കുട്ടുപോൻ കരയുന്നേ? അവൻ എപ്പോഴാ പിന്നെ കരയാത്തത്? അമ്മൂമ്മ ഞങ്ങളാണെങ്കിൽ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഒരു സൈറൻ ഹെഡ് എന്ന് പറഞ്ഞൊരു സാധനത്തിനെ കണ്ട് ഞങ്ങൾ പേടിച്ചോടി. ഞങ്ങൾക്ക് അതിന് മാങ്ങ കിട്ടിയില്ല. എന്ത് സൈറനോ? സൈറൻ മുഴങ്ങിയോ? എന്റെ ദൈവമേ, അമ്മ കണ്ടില്ലല്ലോ ആ സാധനത്തിനെ. എന്തോ വലുതാണെന്നറിയോ, ഭയങ്കര പൊക്കമുള്ളൊരു സാധനം. പിന്നെ അസ്ഥിയോട് മാത്രമേ ഉള്ളൂ. തലയിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സൈറൻ പോലത്തെ പിന്നെ കോളാമ്പി പോലത്തെയൊക്കെ വെച്ച് കെട്ടിയൊരു സാധനം. അങ്ങനെ ഒരു സാധനത്തിന് നിങ്ങൾ കണ്ടോ? ആ അമ്മൂമ്മ ഞങ്ങൾ കണ്ടമ്മൂമ്മേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് മാങ്ങ പറിക്കാൻ പറ്റില്ല. അതാ ഈ കൂട്ടുകാരന്ന് കരയുന്നത്. അകത്ത് വടി വല്ല ഗന്ധർവന്മാർ വല്ല ഇറങ്ങിയതായിരിക്കുമോ? ആ ഗന്ധർവന്മാർ, പിന്നെ ഗന്ധർവന്മാരെന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള സാധനങ്ങൾ. ഇതെന്തോ ചുമ്മാ അസ്ഥി കൂടെ മാത്രം. അത് ഗന്ധർവനൊന്നും അല്ല, വേറെ എന്തോ സാധനമാണ്. അയ്യോ എങ്ങനെ മോനെ ആ സാധനത്തിന്റെ ഒക്കെ അടുത്ത് നിന്ന് മാങ്ങ പറിക്കുന്നത്? ആ അമ്മിണിപ്പെണ്ണില്ലയോ അമ്മേ, നല്ലൊരു പഴുത്ത മാങ്ങ കൊണ്ടുവന്നിട്ടാണെങ്കിൽ അത് ഞങ്ങളുടെ മുമ്പിൽ ഇന്ന് കഴിക്കുക. എന്നിട്ടാണെങ്കിൽ ഇവന് കുറച്ച് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ കൊച്ച് ഒരു കടി പോലും അവന് കൊടുത്തില്ല. എന്തൊരു ദുഷ്ടത്തിയാ കൊച്ച്. ആ കൊച്ചിൻ്റെ സ്വഭാവം പിന്നെ അങ്ങനെയാണല്ലോ, നമുക്കറിയാമല്ലോ. ഓ എന്നാലും ഇങ്ങനെയുണ്ടോ പിള്ളേർ? ഇവന് ഇത്ര അറിഞ്ഞിട്ടും ഇത്ര നേരമായിട്ട് അവൻ കരച്ചിട്ട് നിർത്തിയോ? ഈ കൊച്ചു കൊച്ചു ഇങ്ങനെ വന്ന് കരയുന്ന ആ കൊച്ചിനെ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടെന്താ പിന്നെ ഒരു കടി ഇങ്ങനെ കൊടുക്കട്ടെ, അല്ലേ പിന്നെ ഒരു കാര്യം ചെയ്യണം, അതല്ലെങ്കിൽ പുറത്ത് കാണിക്കരുത്. ഇതെങ്കിൽ എടുത്ത് കാണിച്ചത് ഈ അമ്മണിയാണ് കിടന്ന് ഇങ്ങനെയാണ് കിടന്ന് ചോദിച്ചത്. കാണിക്കുന്നു പറഞ്ഞിട്ട്. അത് ഞാൻ അറിഞ്ഞു അമ്മ ഇവന് കൊടുക്കത്തില്ലെന്നൊക്കെ. ഇവൻ ചോദിക്കുമെന്നോ ഇവന് കൊടുക്കത്തില്ലെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ ആ മാങ്ങ കാണാൻ വേണ്ടിയിട്ടല്ലേ ചോദിച്ചത്. ഓ മാങ്ങ അങ്ങനെ ചോദിച്ചത് അബദ്ധമായിപ്പോയി. ആ കൊച്ചെങ്കിൽ പുറത്തെടുത്തിട്ട് അങ്ങനെ കടിച്ചങ്ങ് തിന്നുവാ ഇവൻ്റെ മുമ്പിൽ വെച്ച്. ഇവന് പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടിയാൽ മതിയല്ലോ കിടന്ന് കരയാൻ. അയ്യോ മോൻ ഇങ്ങ് വന്നേടാ, കുട്ടുമോൻ ഇവിടെ വന്നിരുന്നു അമ്മൂമ്മയുടെ കൂടെ വന്നിരുന്നേ. മോൻ കരയണ്ട, നമുക്കതിങ്ങനെ അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിക്കാം കേട്ടോ. ഓ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്താ കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ മരുന്നടിച്ചാന്നൊക്കെ. അതെന്താ അമ്മ ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? കടയിൽ നിന്ന് ഇനി മരുന്നടിച്ചല്ലേ കൊണ്ടുവരുന്നത്. ഇടി പൊട്ടി പെണ്ണെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കരച്ചിൽ കൂട്ടത്തല്ലേ ഉള്ളൂ. മോൻ ഇങ്ങോട്ടിരുന്നേ, അമ്മൂമ്മയുടെ മടിയിലോട്ടിരുന്നേ, കരയണ്ട, ഇങ്ങോട്ടിരിക്കും. അമ്മൂമ്മ മോനെങ്കിലേ ആ മാങ്ങ പറിച്ചു തരാൻ പോയിട്ട് കേട്ടോ. ആ അമ്മൂമ്മ മാങ്ങ പറിച്ചു തരാൻ മോന്, ഇങ്ങോട്ടിരിക്കും. ആ അതിനേക്കാളും വലിയ മാങ്ങ അമ്മൂമ്മ പറിച്ചു തരാം കേട്ടോ. അമ്മ അങ്ങനെയൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കാതെ മാങ്ങ പറിച്ചു കൊടുക്കാന്നൊക്കെ. അവിടെ നിന്ന് മാങ്ങ പറിക്കാന്ന് പറഞ്ഞ കാര്യം നടക്കുന്ന കാര്യമല്ലേ. മറ്റേ ആ സാധനം അവിടെ നിൽക്കുമല്ലേ. എന്താടാ എന്ത് സൈറൻ ഹെഡോ? ആ അങ്ങോട്ട് അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ആ അമ്മ മോന് മാങ്ങ പറിച്ചു തരാം. എനിക്ക് അടുക്കള ജോലിയുണ്ട്, ഞാൻ അടുക്കളോട്ട് പോട്ടെ. അമ്മൂമ്മ ശരിക്കും പറഞ്ഞു മാങ്ങ പറിക്കാൻ പോവാന്ന്? അത് അവന്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി പറഞ്ഞാണോ? ആ അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കും, നീ മിണ്ടായിരിക്കും ഇപ്പം. കുട്ടൂന്റെ ഒരു കാര്യം. കുറച്ച് കഴിയട്ടെ, ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് പോവാം. മീൻ വറക്കണോ അതോ കറി വെക്കണോ? കറി വയ്ക്കുക, അതാവുമ്പോഴത്തേക്ക് എല്ലാവർക്കും കൂടെ കൂട്ടാൻ കാണും, വറുത്ത ഒന്നും കാണത്തില്ല. ആഹാ ചേട്ടൻ വന്നോ? ഡ്യൂട്ടിയൊക്കെ നേരത്തെ കഴിഞ്ഞു ഇന്ന്? ആ ഇന്ന് സി എമ്മിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഡ്യൂട്ടി കൂടുതലായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് രാത്രി പോകണം ഇനി ഡ്യൂട്ടിക്ക്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരത്തേക്ക് പോകുന്നതാണ്. ഇന്ന് രാത്രി ഒന്നുകൂടെ പോകണം ഡ്യൂട്ടിക്ക്. ആഹാ ഇന്ന് രാത്രിയിലും ഡ്യൂട്ടി ഉണ്ടോ ചേട്ടന്? ആ ഉണ്ടടി, രാത്രിയുണ്ട്. അയ്യോ ഞാൻ മീൻ കറി വയ്ക്കാൻ പോകുന്നതേ ഉള്ളായിരുന്നു. ചേട്ടൻ ഇത്ര നേരത്തെ വരുന്ന അറിഞ്ഞില്ലല്ലോ. ഞാനിനി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരട്ടെ, നീ എപ്പോഴത്തേക്ക് കറി വയ്ക്ക്. എന്നാടി ഇത് അങ്ങോട്ട് വെച്ചേരെ. കുട്ടുമ്പോനെ അപ്പാപ്പയെ കഴിച്ചോ? എന്ത് ചേട്ടാ ബാഗിനകത്ത്? ഈ ബാഗിനകത്ത് കുറച്ച് മാങ്ങയാടി. ഓ മാങ്ങയോ, രക്ഷപ്പെട്ട്. അയ്യോ ഇവിടെ എന്തൊരു വഴക്കാരെന്നറിയോ, മാങ്ങ വേണം പറഞ്ഞിട്ട് കുട്ടുമോന്. ആ ഇത് അച്ഛൻ കടയിൽ നിന്ന് വെച്ചാൽ മോനെ. ഓ ഞാനെന്ന് ഈ മാങ്ങ ഇവന് ചെത്തി കൊടുക്കട്ടെ ചേട്ടാ. എന്താടാ കുട്ടുമോനെ നിനക്ക് മാങ്ങ വേണ്ടാത്തേ? കുറച്ചു മുമ്പ് മാങ്ങ വേണമെന്നുണ്ടല്ലേ നീ ഇവിടെ കിടന്ന് കരഞ്ഞത്? എനിക്ക് ഈ മാങ്ങ വേണ്ട, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങയാ. എനിക്കാണെങ്കിലേ മരുന്നടിക്കാത്ത മരത്തിലെ മാങ്ങ മതി. ഇതിനകത്ത് വലിയ മരുന്നൊന്നും അടിച്ചായിരിക്കത്തില്ല മോനെ. നമ്മളല്ലെങ്കിൽ എപ്പോഴും കടയിൽ തന്നെ വാങ്ങിക്കുന്നത്. മരുന്നടിച്ചാലേ നല്ലപോലെ ഉപ്പിട്ട് കഴുകിയെടുത്താൽ മതി ഈ മാങ്ങ. ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടാന്ന്. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ മാങ്ങ. ആ ഇത് നല്ല മാങ്ങയാണല്ലോ മോനെ. കുട്ടു ഇത് നല്ല മാങ്ങയടാ, ഇത് അമ്മ ചെത്തി തരട്ടെ മോന്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മറ്റേ മാങ്ങ മതി. എനിക്ക് ഈ മരുന്നടിച്ച മാങ്ങ എനിക്ക് വേണ്ട. എടി ഞാനൊന്ന് കുളിക്കാൻ പോവാ. ആ നിനക്ക് വേണ്ട, നീ കഴിക്കണ്ട, ഞാൻ കഴിക്കാൻ പോവാ. എന്തൊക്കെ പറഞ്ഞു, എനിക്ക് മാങ്ങ വേണ്ട. കുട്ടുവിൻ്റെ ഒരു കാര്യം. അമ്മൂമ്മേ നമുക്ക് മാങ്ങ പറിക്കാൻ പോവാം. അയ്യോ മാങ്ങ പറിക്കാനോ? എങ്ങനെ പോകും മോനെ? മോൻ കണ്ടില്ലായിരുന്നു ആ സാധനത്തിനെ? ആ സാധനം ഉള്ളിടത്ത് നമ്മളെങ്ങനെ മാങ്ങ പറിക്കാൻ പോകും?
പിന്നെ അമ്മമ്മ എന്ത് പറഞ്ഞു മാങ്ങ കുറച്ച് തരാമെന്ന് എനിക്ക്? മോന് കണ്ട അച്ഛൻ മാങ്ങ വാങ്ങിച്ചോണ്ട് വന്ന് കണ്ടില്ലേ, അത് കഴിക്കേ. എനിക്ക് വേണ്ട മാങ്ങ, മരുന്നടിച്ച മാങ്ങ, കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങ ഇത് എനിക്ക് വേണ്ട. എനിക്ക് മറ്റേ മാങ്ങ മതി. വാ അമ്മമ്മ, നമുക്ക് പറിക്കാൻ പോവാം. ഇത് മോനെ പോകും, അവിടെ പോകാൻ പറ്റത്തില്ലെന്ന്. അവിടെ എനിക്ക് ആ മറ്റേ സാധനം നിൽക്കും, നമ്മളെങ്ങനെ പിടിച്ച് നിന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പോകണ്ട കേട്ടോ. അന്നേരം പിന്നെ മോൻ കരയായിരിക്കാൻ വേണ്ടിയില്ലേ അങ്ങനെ പറഞ്ഞത് അമ്മൂമ്മ. മോനിപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന് കഴിക്കും എന്തായാലും. വേണ്ട അമ്മമ്മയുടെ മിണ്ടത്തില്ല. അവൻ ആ മാവിന്ന് പറിക്കണം നിങ്ങൾ വാശിയ. എന്താണ് കുട്ടു നീ ആരെ ആലോചിച്ചോണ്ട് കിടക്കുന്നത്? ഓ ഒന്നുമില്ല, നീ അങ്ങോട്ട് തീങ്ങി കിടക്ക്. രാത്രി 10 മണിയായി, എനിക്കും കിടക്കണം. ആ ചേച്ചി കിടന്നു, ഞാനേ കുറച്ച് കഴിഞ്ഞിട്ടേ കിടക്കുന്നുള്ളൂ. 10 മണി കഴിഞ്ഞിടാ, ഉറങ്ങ്. നീ എന്ത് ചെയ്യാൻ പോവാ? ഞാനേ കളിക്കുടുക്കകത്തോർന്ന് പഠിക്കാൻ പോവാ. എന്നാ ശരി, ഞാൻ ഉറങ്ങട്ടെ. ചേച്ചിയൊക്കെ നല്ല ഉറക്കമായി. എന്തായാലും ഞാൻ എന്തായാലും മാങ്ങ പറിക്കാൻ പോവാ ഒറ്റയ്ക്ക്. മാവ് രാത്രി ആയിട്ട് കണ്ണു കാണാൻ വയ്യ. എവിടെ അറിയാൻ വയ്യ മാവ് നിൽക്കുന്നത്. മാങ്ങ പറിച്ചോണ്ട് നേരത്തെ ചെല്ലണം, അവരൊക്കെ വളരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവരൊക്കെ അറിഞ്ഞ് എന്നെ ശരിയാക്കും. ഇതിന്റെ മുകളിലാണോ മാങ്ങ ഇരിക്കുന്നത്? ഇത്ര പൊക്കത്തിലൊന്നും അല്ലല്ലോ മാങ്ങ ഇരിക്കുന്നത്. എനിക്ക് ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും? ഇവിടെ ഉണ്ടോ മാവ്? നിന്നെ ഞാൻ പിടിക്കും. എന്തൊരു കൊതുക്, കൊതു കുത്തുന്നു. ഈ കൊതുകിനും കൂടെ തോറ്റില്ല. എനിക്ക് ദേഷ്യം വരുന്നു ഈ കൊതുക് കാരണം. കൊതുകിനെ കത്തിച്ച് വയ്ക്കാൻ പറ്റത്തില്ല കൂട്ട് കാരണം. അയ്യോ, ഉറക്കത്തിൽ പൊങ്ങി എഴുന്നേറ്റ് ഈ കൊതുകിനെ അടിക്കണോ, വലിയ ശല്യമായത്. ഈ കുട്ടനെ കൊതുകൊന്നും കുത്തുന്നില്ലേ? കുട്ടനെ കാണുന്നില്ലല്ലോ. എന്ത് കുട്ടു? ആ ബാത്റൂമിൽ അങ്ങനെ പോയി കാണുമായിരിക്കും. കുട്ടു, കുട്ടുമോനെ, ബാത്റൂമിന്റെ കഥ തുറന്നിട്ടേ കാണില്ല. കുട്ടു, കുട്ടു, നീ എന്തിയടാ? എന്റെ ദൈവമേ, അവനെ ഇവിടെ കാണുന്നില്ലല്ലോ. ഈ അച്ഛൻ്റെ അമ്മയുടെ മുറിയിൽ പോയോ നീ? അതോ ഈ അടുക്കള ഇനി വെള്ളം എടുത്ത് കുടിക്കാൻ നീ പോയോ? നീ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ വെള്ളം എടുത്ത് കുടിക്കാൻ? അവൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകുന്നതല്ലല്ലോ. രാത്രി അവൻ അങ്ങോട്ടൊക്കെ പോകാൻ പേടിയാണല്ലോ സാധാരണ. അങ്ങോട്ട് പോയി നോക്കാം എന്തായാലും. കുട്ടുമോനെ, ഡാ കുട്ടുമോനെ. ഓ ഇവിടെ ഒന്നും കാണുന്നില്ല. അച്ഛനും അമ്മയോട് പോയി പറയുന്ന. അച്ഛാ, അച്ഛാ എഴുന്നേറ്റേ. അച്ഛാ, ഇവിടെ എന്താ ഉറക്കം ഇത്? കൂർക്കം വലിച്ചു കിടന്ന് ഉറക്കം. ആരാ? എന്താ? അച്ഛാ എഴുന്നേറ്റേ. അയ്യോ, എന്തുവാ ഇത്? ആരെ കിടന്ന് വിളിക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും എഴുന്നേക്കോ? എന്താ ഉറക്കം ഇത്? എന്താ മോളെ, എന്താടി ഇങ്ങനെ? അമ്മേ കുട്ടനെ കാണുന്നില്ല. കുട്ടുപുരി കാണാനില്ലെന്നോ? എങ്ങോട്ട് പോയി അവൻ? അറിയത്തില്ലമ്മ, ഞാൻ ഇവിടെ എല്ലാം നോക്കി. അമ്മയുടെ മുറി നോക്കിയോ? ഇല്ല, അമ്മമ്മയുടെ മുറി നോക്കിയില്ല. എന്നാ അമ്മയുടെ മുറി നോക്കട്ടെ. അയ്യോ, കുട്ടുപോൻ ഇവിടെ ഇല്ല. എന്താ എന്താ നിങ്ങളെല്ലാം കൂടെ രാത്രിയില്? അമ്മ കുട്ടുപോൻ ഇങ്ങോട്ടൊക്കെ വന്നായിരുന്നോ? കുട്ടുപോനോ? ഇല്ല ഇല്ല, അവനിങ്ങോട്ട് വന്നില്ല. എന്തി അവനെവിടെ? അമ്മയെ കുട്ടുപോനെ നോക്കിയിട്ട് കാണുന്നില്ല. അയ്യോ, അവനെവിടെ പോയി? അറിയത്തില്ല, അമ്മ നോക്കട്ടെ. ഇങ്ങനെ നീ കണ്ടില്ലേടി അവനെവിടെ പോയെന്ന്? ഇല്ല അമ്മമ്മ, ഞാൻ കണ്ടില്ല അവൻ എവിടെ പോയെന്ന്. ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് അവനെ കാണുന്നില്ല. രാത്രിയിൽ എനിക്ക് ഭയങ്കര കൊതുകായിരുന്നു. കൊതു കുത്തി കഞ്ഞി കാരണം ഞാൻ എഴുന്നേറ്റത്. അങ്ങനെ അവനെ നോക്കിയപ്പോഴത്തേക്ക് കാണാനില്ല. ഉറങ്ങാൻ കിടന്നപ്പോ കുട്ടുപോൻ അവിടെ ഉണ്ടായിരുന്നോ? ആ കുട്ടുപോൻ ഉറങ്ങാൻ കിടന്നപ്പോ ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ അന്നേരം കിടന്നില്ലായിരുന്നു ഞാൻ കിടന്നപ്പോഴും. അവനാണെങ്കിൽ കളിക്കൂടൊക്കെ ഇനി എന്തൊക്കെ വരയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വരയ്ക്കുമായിരുന്നു. എന്തൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അവന്. ഞാൻ ഇപ്പോൾ ചോദിക്കുകയും ചെയ്തു, എന്താണ് നീ ആലോചിച്ചോണ്ടിരിക്കുന്നു, ഉറങ്ങുന്നില്ലേ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല ഇനിയിപ്പോൾ കളിക്കൂടൊക്കെ വരയ്ക്കാൻ പോകുന്നുണ്ട്, കളിക്കൂടൊക്കെ എന്തൊക്കെയോ ചെയ്ത്. അവനെനിക്ക് മാങ്ങ വേണം പറഞ്ഞിട്ട് ഇന്നലെ കിടന്ന് എന്നോട് വഴക്കായിരുന്നു രാത്രിയിൽ. അവൻ വഴക്കുണ്ടാക്കിയോ? ആ, ഇന്നലെ വൈകിട്ട് 5 മണിയൊക്കെ അവൻ എന്നോട് പറഞ്ഞ് മാങ്ങ പറിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അമ്മമ്മ പറഞ്ഞില്ലേ എന്നോട് നേരത്തെ വരാമെന്ന്, എൻ്റെ കൂടെ പറിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞില്ലേ, രാവിലെ പറഞ്ഞില്ലേ, പിന്നെ എന്താ ഇപ്പോൾ വരാത്തെന്നൊക്കെ ചോദിച്ചു പിണങ്ങി എന്നോട്. എന്നിട്ട് അവൻ ഈ പിണങ്ങി എന്നോട് മിണ്ടിയില്ല. പിന്നെ എനിക്കതാ സംശയം. എൻ്റെ ദൈവമേ, ആ മൈക്ക് വെച്ച സാധനം ഉള്ള അവിടെ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. അവൻ അങ്ങോട്ടാണ് പോയോ? എന്തോ മൈക്ക് വെച്ച സാധനമോ? അച്ഛൻ ഞങ്ങളാണെങ്കിൽ ആ വയലിൻ്റെ അവിടെ ഒരു മാവ് നിൽപ്പുണ്ട്, നിറച്ച് നിൽക്കും മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ അത് പറിക്കാൻ പോയത് രാവിലെ.
എന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ഒരു സൈറൻ ഹെഡ് ഉണ്ട്. അച്ഛൻ അറിയത്തില്ല സൈറൻ ഹെഡ്. ഇത് ചെവിയിലാണെങ്കിൽ ഇതൊക്കെ വെച്ച് കെട്ടിയതാ മൈക്കൊക്കെ. ആ സാധനത്തിനെ കണ്ട് ഞങ്ങൾ ഓടി. അത് കഴിഞ്ഞ് പിന്നെ അമ്മ അന്നേരം അങ്ങോട്ട് വരികയും ചെയ്തു. അമ്മയും കണ്ടായിരുന്നു ആ സാധനത്തിന്. സൈറൻ ഹെഡോ? എനിക്കറിയാം സൈറൻ ഹെഡിനെ. സൈറൻ ഹെഡിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സൈറൻ ഹെഡോ? എനിക്കറിയത്തില്ല സൈറൻ ഹെഡ് ആരെന്ന്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ആ മാവിന്റെ ചോട്ടി പോവാം. ആ അതാ ചേട്ടാ നല്ലത്. ആ മാവിന്റെ ചോട്ടി പോയി നോക്കാം അവനെ, അവിടെ കാണത്തുള്ളൂ. അയ്യോ അവിടെ പോയി ഞാൻ ആ സൈറൻ ഹെഡ് അവനെ പിടിച്ചു കാണുമല്ലോ. അമ്മയോട് നിന്നോ, ഞങ്ങൾ 3 വട്ടം പോയിട്ട് വരട്ടെ. വേണ്ട, നിങ്ങളാരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. പിന്നെ എനിക്കെങ്കിലും മോനെ കാണാൻ സമാധാനം ഇല്ല. പിന്നെ എന്റെ ഞാൻ ഇവിടെ നിൽക്കാൻ പോകുന്നത്. അച്ഛൻ ഞങ്ങളോട് വരാം. അമ്മ എന്തായാലും പറയണ്ട. ഓ ഞാൻ വരുന്നില്ല. പക്ഷെ മോനെ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കണേ വന്ന്. അവരെ കിട്ടുന്നവരെ ഇനി സമാധാനം കാണത്തില്ല. ഓ BP വല്ലതും കൂടുമോ എന്തോ. അമ്മ വിഷമിക്കണ്ട. എന്തായാലും ഞാനില്ലേ അമ്മയെ പോകുന്നത്, അവനെ കണ്ടുപിടിച്ചിട്ടേ വരത്തുള്ളൂ. വൈകിട്ട് മാങ്ങ പറിച്ചു കൊടുക്കാൻ അവൻ കരഞ്ഞപ്പം കൂടെ പോകണ്ടായിരുന്നു ഞാൻ. ഇത് ഏത് കാടാ? അച്ഛൻ ഇവിടെ അല്ല, അച്ഛൻ വായില്ലേ കുറച്ചുകൂടെ മുന്നോട്ട് നടക്കണം. എനിക്കാണെങ്കിൽ വഴി ഓർമ്മയില്ല. ഈ പിള്ളേരല്ലേ വിളിച്ചോണ്ട് വന്നത്. അയ്യോ അച്ഛാ സൈറൻ ഹെഡിന്റെ സൗണ്ടാ കേൾക്കുന്നത്. അയ്യോ ശരിയാണല്ലോ, ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഈ സൗണ്ട് കേട്ട്. അപ്പൊ സൈറൻ ഹെഡ് ഇവിടെ എവിടെയോ ചുറ്റിക്കറങ്ങുന്നുണ്ടല്ലോ. ദൈവമേ, ഈ സൈറൻ ഹെഡ് ഉള്ളിടത്തോട്ടാന്ന് പാവം വന്നത് കുട്ടു. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കൈകാര്യം ചെയ്യാം. ഇതാ അച്ഛാ മാവ്. ഇതെന്താ മാവ്? ഇത് മാവ് കുറച്ച് മാങ്ങയാണല്ലോ. ഇത് കണ്ടാലേ എന്തോ ദുരൂഹത തോന്നുന്നുണ്ട്. ആണോ? ഈ മാങ്ങ ഇങ്ങനെ നിൽക്കുന്നത് പ്രശ്നമാണോ? അതെ അതെ, എന്തെങ്കിലും പ്രശ്നമില്ലാതെ ഈ മാങ്ങ ഇങ്ങനെ നിറഞ്ഞു നിൽക്കത്തില്ല. ഇത് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലത്തെ മാവ്? ശരി അച്ഛാ, ഞാൻ ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ മാവ്, ഇങ്ങനെ ഇത്രയും നടന്നിരിക്കുന്ന മാവ്. ഞാനും കണ്ടിട്ടേ ഇല്ല ഇതുപോലത്തെ മാവ്. അച്ഛൻ ഇവിടെ ഒരു മാങ്ങ വീണ് കിടക്കുന്നത്. എന്തിനാ അമ്മ ഇപ്പൊ നീ മാങ്ങ എടുക്കാൻ പോകുന്നത്? കുട്ടിനെ നോക്കാൻ വന്നോ, നീ മാങ്ങ തിന്നാൻ വേണ്ടി വന്നാണോ? അല്ല അമ്മ, ഈ മാങ്ങയ്ക്കകത്ത് കടിച്ച പാട്. എവിടെ? നോക്കട്ടെ. വേണ്ട അച്ഛാ, മാങ്ങയ്ക്കകത്ത് കടിച്ച പാട്. ഈ കടിച്ച പാട് കണ്ടിട്ട് മനുഷ്യരേതോ കടിച്ച പാടാണല്ലോ. ഇത് വേറെ ആരും കടിച്ച പാടല്ലേ ഇത്? കുട്ടുമോൻ കടിച്ച പാടാ ഇത്. അതെങ്ങനെ അറിയാടി കുട്ടുമ്പം കടിച്ചതെന്ന്? കുട്ടുമോന്റെ ആണെങ്കിൽ ഇടയ്ക്കത്തെ ഒരു പാൽപ്പല്ല് പോയേക്കോ. അപ്പൊ അത് ഈ കടിച്ച പാടിനകത്താണെങ്കിൽ ഇടയ്ക്കാണെങ്കിൽ ഒരു പല്ല് പതിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് അവന്റെ കടി തന്നെ. അച്ഛാ കടക്കര ഒളിച്ചിരിക്കാം. പിന്നെ ഇവിടെ ഒളിച്ചിരിക്കാൻ വേണ്ടിയാണ് വന്നത്. അച്ഛാ പേടിയാവുന്നു. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ ആ മാവിന്റെ ബാക്കിൽ പോയി ഒളിച്ചിരിക്കും. ഞാൻ ആ സൈറൻ ഹെഡിനെ ഞാൻ നേരിടട്ടെ. ഓ ചേട്ടാ സൂക്ഷിച്ചു വേണേ. കുട്ടുമോനെ എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടണം. അങ്ങോട്ട് ആക്രമിക്കാൻ ചെല്ലുമ്പോഴേ ചിലപ്പോ ആ കുട്ടുമോനെ ചിലപ്പോൾ ഉപദ്രവിച്ചാലോ. കുട്ടുമോൻ ഇനി ഇവിടെ ഉണ്ടോന്ന് തന്നെ ഉറപ്പുണ്ടോ? കുട്ടുമോൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ. കാരണം അവനെ കടിച്ച മാങ്ങ കിടക്കുന്നത്. അതെന്താ 100% ഉറപ്പുണ്ടോ അവൻ ഇവിടെ ഉണ്ടെന്നുള്ളത്? കുട്ടുമോൻ ഈ സൈറൻ ഹെഡിന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ വെറുതെ വെച്ചേക്കോ അമ്മേ. മോളെ അങ്ങനെയൊക്കെ പറയാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കേ. നിങ്ങൾ സമയം കളയാതെ മാവിന്റെ ബാക്കിലോട്ട് പോ വേഗം. വാ മോളെ. സൈറൻ ഹെഡല്ലേ നടന്നു വരുന്നത്. ചേട്ടാ ഇങ്ങോട്ട് ഓടി വാ. ഞാനിതാണ് അങ്ങോട്ട് ഓടി വരുന്നത്. എനിക്ക് എന്റെ കുട്ടുമോനെ രക്ഷിക്കണ്ടേ? അച്ഛൻ ഇങ്ങോട്ട് വാ, കുട്ടുമോൻ ഇവിടെ ഉണ്ട്. കുട്ടുമോൻ എവിടെ ഉണ്ടോ? ചേട്ടാ കുട്ടുമോ ഈ മാവിന്റെ ബാക്കി ഒളിച്ചിരിക്കുവായിരുന്നു. ഇവിടെ ഉണ്ട്. ഓടി ഇങ്ങോട്ട് വാ. അച്ഛാ സൈറൻ ഹെഡ് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി ഒളിച്ചിരുന്നാ ഇവിടെ. അതുകൊണ്ട് എന്നെ സൈറൻ ഹെഡിനെ പിടിച്ചില്ല. എന്റെ മോനെ നിന്നെ ഇപ്പൊ കാണാൻ പറ്റിയല്ലോ. കുശലാന്വേഷണമൊക്കെ പിന്നെ മതി. ചേട്ടാ ആ സൈറൻ ഹെഡ് ദേ വരുന്നുണ്ട്. അച്ഛൻ നിങ്ങൾ രണ്ടുപേരും വേഗം വാ, ഈ മാവിന്റെ ബാക്കി കയറി ഒളിക്കാം. എന്റെ ഇവിടെ ഒരു പൊത്തുണ്ട്. അച്ഛൻ ഞാൻ ആ പൊത്തിനകത്താ കയറിയിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അച്ഛാ സൈറൻ ഹെഡ് വരുന്നുണ്ട് കേട്ടോ. അമ്മേ പേടിയാവുന്നു അമ്മേ. അവളെ മിണ്ടല്ലേ. നമുക്ക് എല്ലാവർക്കും പൊത്തിനകത്ത് കയറാം. വാ പൊത്തിനകത്ത് കയറി ഒളിച്ചിരിക്കാം. അമ്മേ പേടിയായിട്ട് വയ്യ. മോളെ സംസാരിക്കില്ലേന്ന്. അയ്യോ അമ്മേ, സൈറൻ ഹെഡ് ആ മാനിനെ കൊണ്ട് പോയി. ചേട്ടാ നമുക്ക് ഈ സമയം കൊണ്ട് രക്ഷപ്പെടാം. ഈ സമയം നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ സമയം. വേറെ ഒരു ഇരയെ കിട്ടിയേക്കോ സൈറൻ ഹെഡിന്. ആ സമയം നമുക്ക് ഇവിടെ രക്ഷപ്പെടാം. ഓടിക്കോ. അയ്യോ ഓടിക്കോ. അയ്യോ ഓടി ഓടി വയ്യേ. എനിക്ക് വരെ ഓടി വയ്യാതായി. ആ സൈറൻ ഹെഡ് എന്തായാലും മാനിനെ കൊണ്ട് സ്ഥലം വിട്ടു. നമ്മളെന്താ രക്ഷപ്പെട്ടു. ശരിയാ, ആ മാനിനെ കിട്ടിയാൽ നമ്മുടെ കാര്യം പോക്കായനെ. നമുക്ക് ബാക്കിലോട്ട് മാറി ഇരിക്കാം, കുറച്ച് റെസ്റ്റ് എടുക്കാം. കുട്ടുമോൻ ഇങ്ങോട്ട് ഇവിടെ തന്നെ ഇരിക്കാം. വരിക. നമുക്ക് കൂടുതൽ സമയം ഇവിടെ ഇരിക്കണ്ട, നീ വീട്ടിൽ പോവാം. നീ എന്താ ഓർത്താ കുട്ടു വെച്ചിരിക്കുന്നേ? ഓ ഞാൻ ആ സൈറൻ ഹെഡ് തല വെച്ചോണ്ട് പോകുന്ന ഓർത്ത് ഇരിച്ച മാനിനെ. അതോർത്താ എനിക്ക് ശരി വരുന്നേ. എടാ ദുഷ്ടാ പാവം ജിടമാൻ. അയ്യോ സൈറൻ ഹെഡ് വീണ്ടും വരുന്നു. നമ്മൾ വിചാരിച്ച മാനിനെ കൊണ്ട് പോയെന്ന് സൈറൻ ഹെഡ്. ഞാൻ വീണ്ടും വരുന്നു. അയ്യോ എനിക്ക് അങ്ങോട്ട് നോക്കാൻ തന്നെ പേടിയാവുന്നു. ദേ ഒരു കൈ കാണുന്നു, അസ്ഥികൂടത്തിന്റെ കൈ. ഇനി അടുത്തെത്തിന്ന് തോന്നുന്നു. അയ്യോ പൊട്ടാനെ പിടിച്ചുപോയി. അയ്യോ മോളെ.
ഉള്ളത്? അയ്യോ ചേട്ടാ ദേ ഇവിടെ ഒരു സൈറൻ ഹെഡ്. ഇതെന്തോ രണ്ടെണ്ണം ഉണ്ടോ? രണ്ടും കൂട്ടി ചേർന്ന് നടക്കുമോ? അയ്യോ ഞാൻ എങ്ങോട്ട് നോക്കണം? അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം. ഓ ഇത് മിക്കവാറും നമ്മളെ പിടിക്കും. ദേ ദേ പോകുന്നു. ഇതെന്തേ കാണിക്കുന്നെ? തൊട്ട് വീണ് താഴെ വീണ്. സൈറൻ ഹെഡ് അമ്മ അടി നടക്കും. നമുക്ക് ഈ സമയത്ത് രക്ഷപ്പെടാം. ഓടിക്കൂ. അയ്യോ നമ്മൾ ഓടി ഓടി ഇടപാട് തീർന്നില്ല. ഓ എന്തായാലും നമ്മൾ ഇവിടെ വരെ എത്തിയല്ലോ. ചിലപ്പോ ഇനി പറയ വന്നാലോ? ഇനിയിപ്പോ ഉടനെ വരാൻ ചാൻസ് കുറവാ. അല്ല എന്തിനാ അവര് തമ്മിൽ അടി കൂടിയത്? ആ സൈറൻ ഹെഡ് രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയായിരുന്നല്ലോ, പൊരിഞ്ഞ അടി. എന്തിനാ അവർ രണ്ടുപേരും തമ്മിൽ അടി കൂടിയത്? അത് ഒരേ കിട്ടുമ്പോഴത്തേക്ക് അതിന് പിടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ കാക്കയൊക്കെ ആണെങ്കിൽ കണ്ടിട്ടില്ലേ? കാക്കയൊക്കെ ആണെങ്കിൽ ഒരു മീൻതല കിട്ടി വെച്ച്, അപ്പൊ ഒരു കാക്കയ്ക്ക് മീൻതല കിട്ടി. ആ കാക്ക ആ മീൻതലയും കൊണ്ട് പറക്കുമ്പോൾ വേറെ കാക്ക വന്ന് അടിപിടി ഉണ്ടാക്കത്തില്ല, ആ കാക്കയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ മറ്റേ സൈറൻ ഹെഡിന് നിങ്ങളെ രണ്ടുപേരും കിട്ടിയപ്പോഴത്തേക്ക് മറ്റേ സൈറൻ ഹെഡ് ഓടി വന്നു, അതിന് വേണമെന്നുണ്ട്, നിങ്ങളെ വേണമെന്നുണ്ട്. അപ്പോൾ പൊരിഞ്ഞടിയായി. നമ്മൾ പിന്നെ ആ സമയം കൊണ്ട് രക്ഷപ്പെട്ടു. ആ മറ്റേ സൈറൻ ഹെഡ് വന്നത് ഭാഗ്യമായിപ്പോയിട്ട് ചേട്ടാ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പിള്ളേർ രണ്ടുപേരും ഇപ്പം മറ്റേൻ്റെ വായിക്കാ തരുന്നേന്. അമ്മ സൈറൻ ഹെഡിന്റെ ഈ ചെവി കെട്ടി വെച്ചിരുന്ന മൈക്ക് പോലത്തെ സാധനം ഇല്ലേ, അതിനകത്ത് എനിക്ക് വായ അമ്മേ പല്ലുണ്ട്. ഞാൻ കണ്ട് എന്നെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കമന്ന് കിടക്കുമല്ലോ കയ്യില്. നോക്കിയപ്പോഴത്തേക്ക് പല്ല് കീരിച്ച് വെച്ചേക്കുന്നു. പല്ല് 32 വല്ലതോ ഉണ്ട്, അത്രയും പല്ലുണ്ടോ ആ ഒരു പീസിനകത്ത്. അങ്ങനെ രണ്ട് സൈഡിലുണ്ടല്ലോ ഇങ്ങനെ തല പോലെ ഇങ്ങനെ മൈക്ക് പോലെ കെട്ടി വെച്ചേക്കുന്നത്. ആ അതിനകത്ത് പല്ലുണ്ട്. നമ്മളെ കൈ പിടിച്ച് അതിനകത്തിട്ടായിരുന്നു തോന്നുന്നു വിഴുങ്ങി തിന്നുന്നേ. വിഴുങ്ങി തിന്നല്ല, ചവച്ചില്ല നമ്മളെ, പല്ലുണ്ടല്ലോ. ഓ ഇപ്പൊ ആ രണ്ട് സൈറൻ ഹെഡും കൂടെ തമ്മിൽ അടിയായിരിക്കും ഇപ്പോഴും. അയ്യോ ഈ കാട്ടിനകത്ത് എവിടെ ഈ പിള്ളേർ വരുന്ന സൗണ്ട്? ഏത് ഭാഗത്ത് അടി കേട്ടത്? ഇതാ ആ കൊടുങ്കാട്ടിനകത്താ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ? എടാ പോടാ കുട്ടു. പിന്നെ ആദ്യമേ ആ കുഞ്ഞിനെ നോക്കട്ടെ, മനുഷ്യ കുഞ്ഞാണോ അതോ വേറെ എന്തെങ്കിലും ആണോ നോക്കട്ടെ. പ്രേമൊന്നും ആയിരിക്കത്തൊന്നുമില്ല. എന്തായാലും മനുഷ്യ കുഞ്ഞിന്റെ കരച്ചിൽ തന്നെ കേട്ടത്. ഞാൻ പോയി നോക്കിട്ടല്ലോ. നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുക കേട്ടോ. പാട്ടൊക്കെ പാടാൻ വരട്ടെ. ഞാൻ സൈറൻ ഹെഡ് എപ്പോഴാ വീണ്ടും വരുമെന്ന് അറിയത്തില്ല. നീ മിണ്ടായിരിക്കവിടെ. നിങ്ങൾ മിണ്ടാതിരിക്കും, ഞാൻ അങ്ങോട്ടാ വരുന്നത്. അയ്യോ ചേട്ടാ ഇത് എങ്ങനെ ചേട്ടാ കുഞ്ഞു ഇവിടെ വന്നേ? എടി ശാരദ, ഈ കുഞ്ഞിന് എത്ര വയസ്സ് കാണുമോടി? അയ്യോ ഈ കുഞ്ഞിനാണെങ്കിൽ ഏകദേശം ഒരു 1.5 വയസ്സെല്ലാം കാണും. മോനെ തുള്ളല്ലേ മോനെ, മാറി കഴിഞ്ഞിട്ട്. മോനെ അങ്ങനെ തരാൻ പറ്റൂ? അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ. ഇതെന്താ ചേട്ടാ ഈ കാട്ടി മൊത്തം പ്രശ്നങ്ങളാണോ? ആ അത് തന്നെ. കുറച്ച് മുമ്പ് അതേ കുഞ്ഞിനെ കിട്ടി, കരയുന്ന കുഞ്ഞിനെ. എന്താ ഇപ്പൊ വേറെ ആള് കരയുന്നു. രക്ഷിക്കണേ രക്ഷിക്കണേ. അയ്യോ ശരിയാണല്ലോ. അയ്യോ രക്ഷിക്കണേ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്ത് വേണം? എന്തിനു നിങ്ങൾ കരയുന്നത്? എന്റെ കുഞ്ഞിനെ ആണെങ്കിൽ സൈറൻ ഹെഡ് തട്ടിക്കൊണ്ട് പോയി. എന്റെ കുഞ്ഞിനെ കാണാനില്ല. കുഞ്ഞിനെ കാണാനില്ലെന്നോ? നിങ്ങൾ അത് നിങ്ങളുടെ കണ്ണും തുറന്നേ. അയ്യോ എന്റെ കുഞ്ഞിനെ ഇരിക്കുന്നത്. അയ്യോ സൈറൻ ഹെഡ് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ എന്റെ കുഞ്ഞിനെ കിട്ടി? സൈറൻ ഹെഡ് നിങ്ങളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയായിരുന്നു? ചേട്ടാ കുഞ്ഞിനെ കൊടുക്ക്. കുഞ്ഞിനെ പിടിച്ചോ. പോടാ കുട്ടു മിണ്ടായിക്കടെ. മോളെ നീ കരയല്ലേ? അമ്മ നിനക്ക് കിട്ടിയില്ലേ? എനിക്ക് മോളെയും കിട്ടിയല്ലോ. എന്റെ മോളെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾ ഈ ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിട്ട് മോളുടെ. അപ്പൊ ആ കൊടുങ്കാട്ടിന്നാ കിട്ടിയത്. ആ കാടിനകത്തോട്ട് മാർക്കിടക്കുമായിരുന്നു. ഞാൻ പിന്നെ ഒരുവിധം കഷ്ടപ്പെട്ട എടുത്തത്. ഓ നിങ്ങൾ കാരണം എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ ആ കാട്ടിക്കറി എങ്ങനെ എടുത്തേനെ മോളെ? എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. ഞാനിന്ന് പോട്ടെ. നിങ്ങളുടെ കുഞ്ഞിനെ സൈറൻ ഹെഡ് പിടിച്ചത് എവിടെ വെച്ചാണ്? ഞാനും കുഞ്ഞും കൊണ്ടാണെങ്കിൽ ടൗണിൽ വരെ പോയതായിരുന്നു. പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ലേറ്റായി. പിന്നെ ആണെങ്കിൽ ഞാൻ ഈ കുറുക്കോഴി കയറി വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് മെയിൻ റോഡുണ്ട്. മെയിൻ റോഡ് പോയി അതുവഴി പോയി കഴിഞ്ഞാൽ ഭയങ്കര ദൂരമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് കാട് വഴി വരാമെന്ന്. അതൊരു കുറുക്കോഴിയാണ്. അങ്ങനെ ഈ കാട് വഴി ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോഴാണ് ഈ സൈറൻ ഹെഡ് വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയത്. എനിക്ക് തോന്നുന്നു പോകുന്ന വഴിക്ക് മിക്കവാറും സൈറൻ ഹെഡിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിൻ്റെ താഴെ വീണ് കാണുമായിരിക്കും. കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. പിന്നെ ആ കൊടുങ്കാടിന്റെ ഭാഗത്ത് നിറയെ പുല്ലായിരുന്നു, നല്ല കട്ടിയുള്ള പുല്ല്. അപ്പൊ കുഞ്ഞിനെ അവിടെ വീണിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെ സൈറൻ ഹെഡിനെ കണ്ടു കേട്ടോ. ഞങ്ങളുടെ മക്കളെ വേറൊരു സൈറൻ ഹെഡ് പിടിച്ചായിരുന്നു. അപ്പോൾ ആ സൈറൻ ഹെഡിന്റെ കയ്യിൽ ഇരിക്കുമായിരുന്നു എൻ്റെ 2 മക്കളും. ആ സമയത്താണ് നിങ്ങളുടെ കുഞ്ഞിനെ പിടിച്ച് സൈറൻ ഹെഡ് അവതരിച്ച് വന്നത്. അങ്ങനെ മറ്റേ സൈറൻ ഹെഡ് ഈ സൈറൻ ഹെഡിന്റെ പൊരിഞ്ഞടിയായി. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണു.
അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടത് ഓടി ഇവിടെ വന്ന്. ഇനി ഞങ്ങൾ തിരിച്ചിനി വീട്ടിലോട്ട് പോവാം. എന്നാ പിന്നെ ഇവിടെ നിൽക്കണ്ട, വേഗം വീട്ടിലോട്ട് പോകാൻ നോക്ക്. ശരിയാ, ആ സൈറൻ കണ്ട് മിക്കവാറും ഇതുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞുവാവ ടാറ്റ. ടാറ്റ ചേട്ടാ. കുഞ്ഞുവാ എപ്പോഴെങ്കിലും ഒന്ന് കരച്ചിൽ നിർത്തിയല്ലോ. ആ, അതെ, അതെ.